ഇന്ത്യ ആകാംക്ഷാപൂർവം നോക്കുന്ന രണ്ട് മണ്ഡലങ്ങളാണ് അമേഠിയും റായ്ബറേലിയും. ഇവിടേക്ക് ആര് മത്സരിക്കും എന്നുള്ള ചോദ്യം എങ്ങും ഉയരുകയാണ്. ഇന്ന് ഇത് സംബന്ധിച്ചൊരു അന്തിമ തീരുമാനം വരും എന്നാണ് പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷേ ഈ നിമിഷം വരെയും ഇത് സംബന്ധിച്ചൊരു തീരുമാനം വന്നിട്ടില്ല. അമേഠിയിലും റായ്ബറേലിയിലും സസ്പെൻസ് നിലനിർത്തുകയാണ് കോൺഗ്രസ്. നാളെ നാമനിർദ്ദേശ പത്രിക നൽകാനുള്ള അവസാന തീയതിയാണ്. എന്തുകൊണ്ടാണ് കോൺഗ്രസ് ഇക്കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കാത്തത് എന്നുള്ളതിനെ സംബന്ധിച്ച് ഒരു വിശദീകരണവും കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്ന് ഇതുവരെയും വന്നിട്ടില്ല. രാഹുലും പ്രിയങ്കയും സോണിയാഗാന്ധിയും നാളെ അമേഠിയും റായ്ബറേലിയും സന്ദർശിക്കും എന്നാണ് അറിയുന്നത്. എത്രയോ വർഷങ്ങളായി അമേഠിയും റായ്ബറേലിയും നെഹ്റു കുടുംബത്തിൻ്റെ കൈവശമാണ്. അവിടെ മറ്റൊരാൾ സ്ഥാനാർത്ഥിയായി വരുന്നതിനെക്കുറിച്ച് ഇപ്പോഴും കോൺഗ്രസിൻ്റെ അണികൾ അംഗീകരിക്കുന്നില്ല. പ്രഖ്യാപനമില്ലാതെ സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രിക നൽകാനും സാധ്യതയുണ്ട്. രാഹുലും പ്രിയങ്കയും മത്സരിക്കണമെന്ന് അണികളുടെ ആവശ്യമുണ്ട്. എന്നാൽ പ്രിയങ്ക മത്സരിക്കാനുള്ള സാധ്യത കുറവാണെന്ന് സൂചന. രാഹുൽ അമേഠിയിൽ നിന്ന് റായ്ബറേലിയിലേക്ക് മാറി മത്സരിക്കാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ കഴിയില്ല. പ്രിയങ്ക ഗാന്ധിയും രാഹുലും നാളെ നാമനിർദ്ദേശ പത്രിക നൽകാനുള്ള സാധ്യത കോൺഗ്രസ് വൃത്തങ്ങൾ തള്ളിക്കളയുന്നില്ല. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുന ഖാർഗെയും രാഹുൽ ഗാന്ധിയും ഈ വിഷയം ചർച്ച ചെയ്ത് തീരുമാനിച്ചുവെന്നാണ് അറിയുന്നത്. എന്നാൽ പരസ്യ പ്രഖ്യാപനത്തിന് ഇതുവരെയും അവർ തയ്യാറായിട്ടില്ല. റായ്ബറേലിയിലെ സ്ഥാനാർത്ഥിയെ BJP പ്രഖ്യാപിക്കുകയും ചെയ്തു.